കഥ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. ഇന്നലെ കിട്ടിയ കഥ ഏതാ? ഇന്ന് ഈ അടുത്ത കിട്ടിയിട്ട് കഥ അടുത്ത കഴിഞ്ഞ് വിഷുവിന് കറണ്ട് കറണ്ടേറ്റ് മതി. വിഷുവിന് ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന വീടിൽ നിന്ന് ഒരു അല്പം ദൂരം ഒരു നെൽപ്പാടമുണ്ട്. അവിടെ എൻ്റെ പിള്ളേരെയും കൊണ്ട് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. പിള്ളേർക്ക് ചില കാര്യങ്ങളൊക്കെ കാണാൻ എനിക്കിപ്പം ഒരു കോഴിയെ മേടിച്ചിട്ട് മുട്ട വിരിയിച്ചിട്ട് ഒരു പ്രോസസ്സ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഇടയ്ക്ക് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പം എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-25 കൊല്ലം മുമ്പൊക്കെ ആ നാട്ടിൽ വളരെ ബലവാനും ബലിഷ്ഠനുമായ ഒരു ജോലിക്കാരുണ്ട്. ഒരു റബ്ബർ തോട്ടം മുഴുവൻ വെട്ടി ലോറി കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ തോർത്ത് കൊണ്ട് മാത്രം എടുത്ത് ആനപ്പുറത്ത് കൊണ്ടൊരു 6 പാക്ക് ആയിട്ട് ലോറിയിൽ പോവുക. ഒരു 10-300 താറാവുകളെ ചെറിയ വള്ളത്തിൽ നിന്ന് തുഴഞ്ഞ് കൺട്രോൾ ചെയ്ത് പോവുക. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബലവാനായ ഒരാളുണ്ടായിരുന്നു അവിടുത്തെ. ഒരുപാട് ജോലി ചെയ്യുന്നത് പുള്ളി. ഇപ്പം ഒന്ന് ക്ഷയിച്ചു, ഇപ്പം വയസ്സായല്ലോ. ഞാൻ കൃത്യം പാടത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ പുള്ളി ഒരു MIT പോലത്തെ വണ്ടിയിൽ പശുവിന് കൊടുക്കാനുള്ള പുല്ല് വെട്ടി നിറച്ചിട്ട് ഈ MITയിൽ എത്ര പുല്ല് കൊള്ളാവോ അതിനേക്കാളും പുല്ല് നിറച്ചിട്ട് ക്യാരിയറിൽ ഇരുന്നിട്ട് വളഞ്ഞ് പോലെ ഹാൻഡിൽ പിടിച്ചിട്ട് പോവുക. ഇവിടെ മുഴുവൻ പുല്ല് നിറച്ചേക്ക് പുള്ളി. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇറക്കം വിട്ട് വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ എന്ന് കാണിച്ച് ആ ഹായിൽ പുള്ളിയുടെ ബാലൻസ് തെറ്റിപ്പോയി. എന്നിട്ട് അവിടെ ഒരു വട്ടയിലയുടെ മരവും കുറേ വള്ളിയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് ഈ വണ്ടിയോട് ചെന്ന് കുന്തക്കാരി കൊത്തി കയറി മറിഞ്ഞ് വീണു. പിള്ളേർ ചിരിച്ചു. ഞാൻ പിള്ളേരോട് ചിരിക്കല്ലേ എന്നിട്ട് ഓടി ചെന്ന് രക്തമൊന്നുമില്ല, വളരെ അത്ര സ്പീഡൊക്കെ ഉള്ളൂ. പുല്ലി വീണു. പിന്നെ ഞാൻ ഓടി ചെന്ന് വണ്ടിയൊക്കെ എടുത്ത് വെച്ച് പുള്ളിനെ എടുത്തിരുത്തി പുല്ലൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് പുള്ളി വണ്ടിക്കകത്ത് കയറി ഇരുന്ന ശേഷം എന്നെ ഇങ്ങനെ നോക്കി. ശരിക്കും അവിടെ നടക്കുന്ന പ്രോസസ്സ് പുള്ളി താങ്ക് യു എന്ന് പറയുകയും ഞാൻ അതൊന്നുമില്ല ഏട്ടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണല്ലോ ചെയ്യണ്ടേ. പുള്ളി വണ്ടി കയറിയിരുന്ന ശേഷം എന്നെ നോക്കിയിട്ട് പറയാം ഇനി TV-ക്കകത്ത് കയറിയിരുന്ന് തൊലിക്കാൻ ഒരു കഥയും കൂടെ കിട്ടിയല്ലോ എന്ന്. ഇയാളിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിൽ കഥയില്ലായിരുന്നു. ഇയാളിത് പറഞ്ഞോടുകൂടി ഇത് കഥയായിപ്പോയി.